വെൽക്കം ടു ഗെയിം സ്റ്റാർ മലയാളം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡൈനോസറുടെ പാർട്ട് 2 ആണ് കളിക്കാൻ പോകുന്നത്. പോവാം. സോ പാർട്ട് 2 ആയതുകൊണ്ട് തന്നെ ഇതൊരു അത്ര വലിയ വീഡിയോ ആയിട്ടൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യില്ല. കുറച്ച് നേരത്തെ ഒരു എന്താ പറയുക ഹണ്ടിങ്ങും അതെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പാർട്ട് 1 നമ്മൾ അത്ര നേരം കളിക്കുന്നുമില്ല, പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചിരിക്കുക. അത് വീഡിയോൻ്റെ ലെങ്ത് കൂടിയോണ്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നിനിങ്ങനെ നോക്കുക, അവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്, നമ്മളിങ്ങനെ കറങ്ങുകയാണ്. എന്തെങ്കിലും ഫുഡ് അടിക്കണം, ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് പോയി നോക്കണം. അങ്ങനെ ഓരോരോ പണിയുണ്ട്. നമ്മൾ തിരക്കിലാണ്, ഇനി ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ പുഴയാണോ? അടുത്തേ പോയതന്നെ ഓടി. ആരോ ഉണ്ട്. ആരാത്? വെള്ളത്തിൽ നിന്നാരത് നീന്തി കളിക്കുന്നത്? അത് റാപ്റ്ററാണോ? റാപ്റ്റർ ഒന്നല്ല, എന്തോ ഒരു സാധാരണ ഒരു സാധനമാണ്. റാപ്റ്ററല്ല, ഒരു ഇറച്ചി തിന്നൂല, മറ്റേ അല്ലാത്ത ഭക്ഷണം, പച്ചക്കറി പോലത്തെ, അങ്ങനെ അങ്ങനത്തെ തിന്നുന്ന ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. അവിടെ എല്ലെണ്ണവും വെള്ളത്തിലാ. അതാ വരുന്നതാ, അതാ ഒരാളെ അങ്ങോട്ട് പോന്നാ, സോറി അങ്ങോട്ട് പോകുന്നു. മൂപ്പരെന്താ അങ്ങോട്ട് പോയി കളിക്കുന്നത്? നമ്മൾ ചെറിയൊരു ലാഗ് ഉണ്ടാവും, ഞാൻ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരിക്കുക നെറ്റിൻ്റെ പ്രോബ്ലമാണ്, അത് ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. നമുക്കാണെങ്കിൽ ഫുഡ് വളരെ കുറവാണ്. എവിടെന്നെങ്കിലും ഫുഡ് അടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കഥം, അതാണ് അവസ്ഥ. നമ്മൾ അലർച്ച ഞാൻ കാണിച്ചു തന്നാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, അലറുന്നത് എങ്ങനെയാണെന്ന്. ഒരു ആടുന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കണം. ആടാരോ ഉണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ നിന്ന് ഫുഡ് എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ നിന്ന് ഫുഡ് കിട്ടാൻ സാധ്യത വളരെ 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 കുറവാണ്. ബൈ ഇനി നമ്മൾ തപ്പി നോക്കണം ഫുഡ് എവിടെയെങ്കിലും കിട്ടുമോ. ഇങ്ങോട്ട് കയറാനും പറ്റുന്നില്ലല്ലോ ഗായ്സ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇനി മറ്റേ മരങ്ങൾ കയറാൻ പറ്റൂല. അത് സോറസ് അതിനേ പറ്റുള്ളൂ. ഇതിന് കയറാൻ പറ്റൂല, അതാണ് ഇതിൻ്റെ പ്രശ്നവും. ചാടിക്കാണിച്ചു തന്നതാ, ഒന്നുകൂടെ ചാടി. ബ്രഹ്മചര്യം പോയില്ല. അങ്ങനെയുണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡും വെള്ളവും ഇപ്പോൾ ഏകദേശം തീരുമാനമായി. ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടാകണം. ഇവിടെ അധികം നിൽക്കുന്ന അത്ര ബെറ്റർ അല്ല. അവിടെ നിന്ന് രണ്ടാൾക്കാർ വരുന്നുണ്ടാ സൈഡിൽ കൂടെ. പിടിച്ചു ശിവനെ. അടുത്തെത്തി എന്നെ തൊട്ടാ തമാശയിക്കില്ല, ഞാൻ ആക്രമിക്കും. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അല്ലാണ്ട് എന്താ പറയാനാ. ബൈ നമ്മളിപ്പോൾ ഐലൻഡ് 1 അതായത് നമ്മൾ ആ ഫസ്റ്റ് കണ്ട അതേ ഐലൻഡിലാണ്. നമ്മൾ കര നീന്തിക്കടന്ന് സെക്കൻഡ് ഐലൻഡിലേക്ക് പോകുന്നതാണ്. അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ അത് നോക്കടാ, ആടെ കൊല്ലൊക്കെ അതാ. നമുക്കെന്തേ ഫുഡ് കിട്ടുമോ? പക്ഷെ ആടെ അധികം നിന്നൂടാ, റാപ്റ്റർ ഉണ്ട്. റാപ്റ്റർ കടിച്ച് വെള്ളത്തിലിട്ട് കളി, കുടഞ്ഞ കളി ആയിട്ടുകൾ. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം, ഇവിടെ ആരെങ്കിലും കാണാതൊന്നും ഇരിക്കില്ല. ഇവിടെ പെട്ടത് ഇതിൻ്റെ മുന്നിൽ തന്നെയാണ്. ശിവനെ. വെള്ളത്തിൽ ഇറങ്ങി നമ്മൾ അക്കരയ്ക്ക് കടക്കാം. ഈ ഗായ്സ്, ഇതിന് വെള്ളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല, അതായത് ഇതിന് പവർ കുറവാണ്. വളരെ വളരെ കുറവാണ്.
ഇതിന് വെള്ളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് വളരെ വളരെ പവർ കുറവാണ് വെള്ളത്തിൽ. അപ്പോൾ കരയിൽ കയറിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വയറ്റിൽ വെള്ളമില്ല, ചോറുമില്ല, കഞ്ഞിയും ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മളിപ്പോൾ അടുത്ത ഐലൻഡിലാണ് ഉള്ളത്. അടുത്തല്ല, അതിൻ്റെ പുറത്ത്. അത് കണ്ട് നിങ്ങൾ തെങ്ങ് പോലെ അതിൻ്റെയൊക്കെ പുറത്ത് അള്ളി പിടിച്ചിട്ടുണ്ട്. അപ്പുറത്ത് സുഖമായിട്ട് കിടക്കുക. 2 ഉണ്ട് കണ്ടാ, 1 2 2. അതാ ഒരുത്തന്നെ അതാ പച്ചക്കറിയിൽ നിന്ന്. ഓനൊന്ന് കണ്ട് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ. പിടിച്ച് അതാണ് പിടിച്ചപ്പോൾ എങ്ങോട്ടാടാ ഓടുന്ന? നിൽക്കടാ ഒന്ന് നിന്നാടാ, ഞാനൊന്ന് പിടിച്ചോട്ടെ. കിട്ടി. ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ അള്ളി പിടിച്ച് കടിക്കുക. അതായത് ഇങ്ങനെ കടിക്കുന്നവരാണ് ഓരോ സ്റ്റാമിന അത്രയും കുറയുന്നത്. നമ്മളെ സ്റ്റാമിന ഏകദേശം കുറവാണ്. നമ്മളും എന്നാലും വിട്ടുകൊടുക്കില്ല, കിട്ടുന്ന അത്രയും കടിക്കും. അതേപോലെ പകുതി സ്റ്റാമിന പിടിച്ചില്ല. നമുക്ക് ഓലെ എന്താ പറയുക ഇതാരത് ബാക്കിൽ നിന്ന് വന്ന് അടിക്കുന്നു. ചത്ത്. സോ ഗൈസ് നമ്മൾ ചത്തു ഇനി. അപ്പോൾ നമ്മൾ വീണ്ടും എന്താ പറയുക പിന്നെയും സ്പോണായിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെട്ടുകൊണ്ട് ചത്ത പോലെ. അത് ബാക്കിൽ നിന്ന് വന്ന് ആക്രമിച്ചതല്ലേ തെണ്ടി. അവൻ ഇങ്ങനെ വന്ന് ഉപദ്രവിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചോ? ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം അവനെ കൈ കിട്ടിയാൽ അവനെ ഞാൻ കൊന്നിരിക്കും. ഓൻ വെറുതെ കയറി ചൊറിഞ്ഞതാ. അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ബേക്കിലാരാ? റാപ്റ്ററാണോ? ശിവനെ, റാപ്റ്റർ തന്നെ ഓടിക്കോ മോനെ. റാപ്റ്ററാ വയ്യ തന്നെ വരുന്നത്. ഞാനിവിടെ സ്പോണായിക്കില്ല. അന്നേരമാണ് ഈറ്റകൾ വയ്യ തന്നെ വരുന്നത്. ഈറ്റയൊക്കൊന്നും വേറെ പണിയൊന്നുമില്ല ഓടി. എപ്പം നോക്കിയാലും വയ്യ ഉണ്ടാവും. അല്ലേ തന്നെ ഓടി ഒരു വരുവായി. ഇതെടുത്തി സ്ഥലവും മനസ്സിലാകുന്നില്ലല്ലോ. ആ റാപ്റ്ററോട് പോയിക്കുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ടൊന്നും റാപ്റ്റർ ഏരിയ അല്ല. ഇങ്ങോട്ടെല്ലാം ടീറെക്സിൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കളിക്കുന്നത് അത്ര നല്ലതല്ല. അതാടെ നിൽക്കുന്നതാ ടീറെക്സ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതാടെ ഉണ്ട്. അതാ കണ്ടാ? അതാണ് മോനെ, ഞാൻ പറഞ്ഞിട്ടില്ല ടീറെക്സ് ഇവിടെ ഉണ്ടാവുമെന്ന്. നമ്മളെല്ലാം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ കറി വെച്ച് കൂട്ടും. മൂപ്പരടുത്ത് എന്തെങ്കിലും ഫുഡ് എന്തുണ്ടോയെന്ന് പോയി നോക്കാം. ഉണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളങ്ങോട്ട് പോകുന്നേരം നോക്കണം, ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. ആടെ ആരോ ഉണ്ടല്ലോ. നമ്മളെങ്ങനെ ചുറ്റിപ്പിടിക്കാൻ വരുന്ന ആരാ? ബാക്കിലാരുമില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താന്ന് വെച്ചാൽ ധൈര്യം കൊണ്ടാട്ടോ. ധൈര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ബൈ. നമ്മൾ ഇങ്ങനെ എടപ്പോയി. ഇപ്പം കണ്ടില്ലല്ലോ ഒരുത്തനാ. എവിടെ പോയി? അതാ അങ്ങോട്ടോടി. ആരാത്? ആരടാ? എന്നാന്ന് മൈൻഡ് ചെയ്യണ്ടേ? പാഞ്ഞൂടുക. ആടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇത് വഴി നമുക്ക് കര കടന്നപ്പുറത്ത് പോകാൻ പറ്റുമോ? സാധ്യത കുറവാണ്. ഈ വള്ളത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവൻ മേലോട്ട് പോകും. അതാരാ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത്? ആരോ ഉണ്ട് വെള്ളത്തിൽ ഇറങ്ങിക്ക് നിൽക്കുന്ന. അത്ര നല്ലതല്ല. നമ്മളെ കറി വെച്ച് കൂട്ടും. ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. വെള്ളം അഞ്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറവാ. ഫുഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്തായാലും വായിൽ. വിശന്നിട്ടാണെന്നുണ്ടെങ്കിൽ തിരുപാടും കാണുന്നില്ല.
ഫുഡ് നമുക്ക് എങ്ങനെ കിട്ടിയേ പറ്റും, അല്ലെങ്കിൽ ഉള്ള ആയുസ് കുറഞ്ഞു പോകും. അപ്പോൾ എന്തായാലും അപ്പുറത്ത് കിടക്കുന്ന കാര്യം ഗോവിന്ദ കണ്ടോ. ഫുഡ് സെൻസ് ചെയ്യാൻ പറ്റുമോ? ഫുഡ് തൽക്കാലം കുറച്ച് വെള്ളം കുടിക്കുക, അതാണ് നല്ലത്. വെള്ളത്തിൽ കുടിക്കാൻ പോയിട്ട് വെള്ളത്തിൽ മുങ്ങിച്ചാകുകയല്ലോ. ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിച്ചാകരുത്, നമ്മൾ കുടിച്ചാൽ മതി. അത് മാത്രമേ ചെയ്യാവൂ. ഓക്കെ. അതെ, വെള്ളം ചിലപ്പം ഇവിടുത്തെ വെള്ളത്തിൽ മുതലുണ്ടെങ്കിലോ പറയാൻ പറ്റൂല. ഈറ്റകൾ എവിടെയൊക്കെ വന്ന് കിടക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് വഴി നമ്മൾ വെള്ളം കുടിക്കുന്നത് കാര്യവും സംശയമാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അവിടെ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മളിതിങ്ങനെ നടന്ന് കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഹണ്ട് ചെയ്യുന്നൊന്നും ഇല്ലേ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. നമ്മളിതാ ഒന്നിനെ ഹണ്ട് ചെയ്യുന്നുണ്ട്. ഹണ്ട് ചെയ്യാൻ നോക്കി, പക്ഷേ നമ്മളെ ഹണ്ട് ചെയ്യാൻ ബാക്കി. ഓൻ വെള്ളത്തിലിറങ്ങി. ചേടാ, ഇവനെയും കൊണ്ട് ആകില്ലല്ലോ. സോ അങ്ങനെ നമ്മൾ അവൻ്റെ വയ്യെ കുറേ നേരം ഓടുകയാണ്. കിട്ടിയില്ല. പിടിക്കില്ല. ഇതിന് ഉറങ്ങാത്തതിൻ്റെ എന്തോ കുഴപ്പമുണ്ടെന്ന്. സ്റ്റാമിന വളരെ കുറഞ്ഞ് വരുന്നുണ്ട്. സ്റ്റാമിന കുറഞ്ഞിരിക്കുക, അതാണ് ഇതിനങ്ങോട്ട് കിടക്കാനകത്ത്. നമ്മൾ അവനെ പിടിച്ചിരിക്കുക, അതാണ്. ആ വെള്ളത്തിൻ്റെയൊക്കെ ഗ്രാഫിക്സ് നോക്കുങ്ങൾ. അത് തന്നെ പക്ക. അവൻ ഓടുന്നോക്ക് എങ്ങോട്ടാടാ പായുന്നത്. കണ്ട ഫുഡില്ലാത്തതുകൊണ്ടാണത്. അതിൽ മുതലുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. കടിയും കിട്ടി, അതാണ് സ്ക്രീന് മൊത്തം ഒരു റെഡ് കളറായത്. കടിച്ചു അവൻ, ദുഷ്ടൻ. എവിടെ താണ്ട് പോന്നവൻ. പിടി. അത് കിട്ടി. വെള്ളത്തിൽ മുങ്ങിപ്പോയി. ശിവനെ, വെള്ളത്തിൽ മുങ്ങിപ്പോയി. വെള്ളം തല തന്നെ. തല കാണണ്ടേ? പിടിച്ചോ. പിടിച്ചില്ല. അങ്ങനെ കയറാനാ. ഇപ്പോഴത്തേക്ക് മയം പെയ്ത ആരും ഒരുത്തും ചാകുന്നില്ലല്ലോ. അവനെ പിടിക്കാം. ആരെങ്കിലും ഒന്ന് പിടിക്കാൻ, ഒരാളെങ്കിലും നിന്നാടാ ഒന്ന് പിടിക്കാൻ. നമ്മളിപ്പോൾ ചാവാൻ സാധ്യതയുണ്ട്, എന്നാൽ ചിലപ്പം ചാവുകയില്ലായിരിക്കും. സോ നമ്മൾ വെള്ളത്തിലിറങ്ങിയാൽ മരണം സുനിശ്ചിതം. അതുകൊണ്ട് കരയിൽ കളിക്കുന്നതാണ് നല്ലത്. നമ്മൾ അതാരാ അവിടെ ഓരോരുത്തനെ കണ്ട് തോന്നിയതായിരിക്കും. സോ നമ്മൾ ചത്ത് പിന്നെയും നമ്മൾ സ്പോണായിരിക്കുകയാണ്. ടീറക്സിൻ്റെ അണ്ണാക്ക് തന്നെ പോയിട്ട് സ്പോണായിരിക്കാതാ. വയ്യ തന്നെ അതാ വരുന്ന് കടിച്ച് കൊന്നേനെ. ശിവനെ, പിടിച്ചില്ല. ഓടിക്കോ, കണ്ടാൻ പോയി വിട്ടാ മോനെ. അതിൻ്റെ തൊള്ളയിലെറ്റാൻ പെട്ടാ പിന്നെ ഗോവിന്ദ. ഒറ്റ കടിക്ക് പോലും ഉണ്ടാവില്ല നമ്മൾ, അത്രയും ചെറുതാ. നമ്മളെ ഹണ്ടിയാ നോക്കുന്നു. പോടായിരുന്നു ഇവനാരത്. ഞാനൊന്നും കൊടുക്കില്ല. അല്ല പിന്നെ. അങ്ങനെ ഇപ്പം കുറേ ഓടി നമ്മൾ ഒരു മൈതാനത്തിലെത്തി നോക്കുമ്പോൾ ഇവിടെയല്ലേ കിടക്കുന്നത് പച്ചക്കറി തിന്നുന്നതിനാ. അപ്പോൾ ഈറ്റകളെ അങ്ങ് പിടിക്കാമെന്നങ്ങ് തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചാവും. എന്തായാലും ഒന്നിനെ കൊന്നിട്ടേ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെങ്കിലും ഞാൻ പിടിക്കും. കിട്ടിയതാ. അങ്ങനെ കിട്ടണം, കൊളത്തി പിടിക്കണം. അവിടെ ഇങ്ങനെ കൊളത്തി അങ്ങ് നിൽക്കണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇതിനെ കൊല്ലാൻ പറ്റൂ. നമ്മളെന്തായാലും നമ്മൾ ചത്താലും കുഴപ്പമില്ല, അതിനെ പിടിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുകയാണ്. സോ നമ്മൾ എന്തായാലും തിരിഞ്ഞിക്കണോ, പിടിച്ച് ചത്ത്. ചത്ത് അവൻ ചത്ത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തായാലും അവനെ പിടിക്കുന്നു പറഞ്ഞു, പിടിച്ചു. ഓക്കെ. സോ ഗൈസ്, ബൈ. ഇതുപോലെയുള്ള ഓരോ കണ്ടൻറ്റുകളും എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് പ്ലീസ്.